എനിക്ക് യൂട്യൂബിൽ നിന്നുള്ള മോണിറ്റൈസേഷൻ്റെ റവന്യൂ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിരുന്നു. ആൻഡ് ഫോർ സം റീസൺസ് ഞാൻ ആ ഫണ്ട് എൻ്റെ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. സോ ഐ വാസ് തിങ്കിങ് ആ എമൗണ്ട് മേ ബി ഒരു ഗിവ് അവേ ആയിട്ട്, എമൗണ്ട് എന്നുള്ളതല്ല, എൻ്റെ ലോൻ്റെ ബുക്സ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇതൊരു പ്രോപ്പർ ഗിവ് അവേ എന്ന് വിളിക്കണോ ഓർ ഗിവിംഗ് ഓഫ് എന്ന് വിളിക്കണോ. കാരണം ഇതിൽ എനിക്ക് സ്പെസിഫിക് കണ്ടീഷൻസോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ എൻ്റെ പേജ് ഫോളോ ചെയ്യുക, ഇത് സ്റ്റോറി ആയിട്ട് അങ്ങനെയൊന്നുമില്ല. എൻ്റെ ആകെയുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ സ്റ്റുഡൻസിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് പേരുണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത, പഠിക്കണം നല്ല ആഗ്രഹമുള്ള ഒരുപാട് പേര്. ഇതിനെല്ലാം എന്നെ ട്രിഗർ ചെയ്തൊരു വലിയ ഫാക്ടർ എന്താ വെച്ചാൽ, ഞാൻ സാധാരണ ഈ ഓരോ റിസൾട്ട് വരുമ്പോൾ സക്സസ് സ്റ്റോറീസ് എന്നുള്ള സെഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലൊരു സെഷനിൽ കുറച്ച് മുന്നേ ആട്ടോ മനീഷ്, ആളെൻ്റെ സ്റ്റുഡൻ്റ് ഒന്നുമല്ല, ആൾ പറഞ്ഞൊരു ഇൻസിഡൻറ്റ് ഉണ്ട്. അതെന്നെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്ത്. ആള് CMA ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. ബട്ട് ആൾക്ക് ക്ലാസ്സസോ കാര്യങ്ങളൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ട് യൂസ് ടു ഡു വാസ്, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ വൈഫൈ വെച്ചിട്ട് യൂട്യൂബിൽ നിന്ന് ക്ലാസ്സസ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. ആൻഡ് ഇങ്ങനെ ആള് സ്വന്തമായിട്ട് വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫണ്ടിന്റെ പർപ്പസിന് വേണ്ടിയിട്ട്. അതിന് പുറമെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിരുന്ന ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തിരുന്നു. ആൻഡ് ആ വീഡിയോന്റെ ലാസ്റ്റ് ആൾ പറയുന്നുണ്ട് എന്നെ ആർക്കൊക്കെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, മേ ബി ബുക്സ് പ്രൊവൈഡ് ചെയ്തിട്ടാണെങ്കിൽ ബുക്സ് പ്രൊവൈഡ് ചെയ്തിട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നൗ ദാറ്റ് മൂഡ് മീ അലോട്ട്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കാറുണ്ട്. പല എഡ്യൂക്കേഷൻ സെക്ടർ ഇപ്പോൾ ഒരു ബിസിനസ് സെക്ടറായി മാറിയിട്ടുണ്ട്. ഞാൻ ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഞാനത് ബ്ലെയിം ചെയ്യല്ല. എല്ലാവരും പേർപ്പസ് കാര്യങ്ങളെല്ലാം നടന്നു പോകണം. നമുക്ക് ഫാക്കൽറ്റിക്കും നമ്മൾ ഏർണിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വേറെ സൈഡും വേണം. ഇത് കോഴ്സ് ജോയിൻ ചെയ്ത പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുണ്ട്. പലർക്കും മേ ബി അവർ പാസ്സായിട്ട് വേണം അവരെ ഫാമിലിയിലെ സ്ട്രഗിൾസ് ഒന്ന് സോൾവ് ചെയ്യാൻ. സോ ഇത് ഡെസ്പെറേറ്റ്ലി ആഗ്രഹിക്കുന്ന ഒരുപാട് പാരൻസും ഉണ്ട്. സോ എൻ്റെ സൈഡിൽ നിന്ന് ഐ വാസ് തിങ്കിങ് ഇൻഷാല്ലാ ഇതൊരു സ്റ്റാർട്ടായിട്ട് ഞാനൊരു 40 ബുക്സാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് മൈ റിക്വസ്റ്റ് ഇസ് ഇത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അത്രയും എലിജിബിൾ ആണ്, ജെന്വിൻ ആണ് തോന്നുകയാണെങ്കിൽ മാത്രം ലീവ് മി എ മെസ്സേജ് വാട്സാപ്പിൽ, ഓർ നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ലീവ് മി എ മെസ്സേജ്. അവർക്ക് ഞാനത് അയച്ചു കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പ്യൂർലി ഇത് കോൺഫിഡൻഷ്യലായി വെക്കും ചെയ്യും. ആർക്കൊക്കെ ഇത് അയച്ചു കൊടുത്തു കാര്യങ്ങളൊന്നും ഇൻഫർമേഷൻ റിവീൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല. ഓർ ഇഫ് യു ഫീൽ ലൈക്ക് നിങ്ങൾക്ക് കുറച്ച് പേ ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ആ ഒരു മാറ്റി വെച്ചൊരു എമൗണ്ട്, അത് ഇപ്പം നിങ്ങൾ കുറച്ച് എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എമൗണ്ട് അഗെയിൻ അതിനനുസരിച്ച് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ബുക്സിന്റെ കൗണ്ട് കൂട്ടും. അങ്ങനെ സോ ഇപ്പോൾ ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഹാൻഡ് ബുക്ക്, ക്വസ്റ്റ്യൻ ബാങ്ക്, അങ്ങനെ 2 ബുക്കായിട്ടുള്ളത് ഒരു 40 ബുക്സാണ് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഇൻഷാല്ലാ ഫ്യൂച്ചറിൽ ഐ എം പ്ലാനിങ് ടു ക്ലാസ്സസ് ആയിട്ടും എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇൻഷാല്ലാ. സോ ഐ ലീവ് മൈ നമ്പർ ഓവർ ഹിയർ, മെസ്സേജ് വിടാം.